മഹാനായ അബൂ ദർദാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷേഖായ ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. എന്താണ് ഹദീസ്? അന്ന അബൂ ദർദാഹ് റളിയല്ലാഹു അൻഹു ഖാല, മാനവர்கள் പറയാണ്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുത്തബഅൻ വലാ തഖുനിൽ ഖാമിസ ഫതഹ്ലിക. ഖുൽതു ലിൽ ഹസൻ മനിൽ ഖാമിസു ഖാല അൽ മുബ്തദിഉ. ഇവിടെ എന്താണ് പറഞ്ഞത്? കുൻ ആലിമൻ, ഒന്നെങ്കിൽ ആലിമാകുക, അല്ലെങ്കിലോ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ മുതഅല്ലിമാകുക, ഔ മുഹിബ്ബൻ, ഇല്ലെങ്കിൽ ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്നവരാകുക, ഔ മുത്തബഅൻ, ഇല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നവരാകുക, പിൻപറ്റുന്നവരാകുക, വലാ തഖ്നിൽ ഖാമിസ ഫതഹ്ലിക, അഞ്ചാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകരുത്, അങ്ങനെ പെട്ടാൽ ഫതഹ്ലിക, നശിച്ചു പോയി. അപ്പോൾ മഹാനവരികൾ ചോദിക്കുകയാണ്, അവിടുത്തെ ഷേഖായ ഹസൻ റളിയല്ലാഹു അൻഹു അല്ലോ പറഞ്ഞു കൊടുത്തത്, അതിനെ മഹാനവരികൾ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പം മഹാനവരികൾ ചോദിക്കുകയാണ് അവിടുത്തെ ഷേഖിനോട്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഖാല ഖുൽതു ലിൽ ഹസൻ മനിൽ ഖാമിസു, അഞ്ചാമത്തെ വിഭാഗം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല അൽ മുബ്തദിഉ, പുത്തനാശയക്കാരാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് എതിർ നിൽക്കുന്നവർ, അതിൽ പെട്ടുപോകരുത്. ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റിവായത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്നവരാകുക, അല്ലെങ്കിൽ ആലിമാകുക, അല്ലെങ്കിൽ മുത്തഅല്ലിമാകുക, സ്നേഹിക്കുന്നവരാകുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരാകുക, അഞ്ചാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകരുതെന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും വേണ്ടതുപോലെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ, വേണ്ടതുപോലെയുള്ള അദബ് ബഹുമാനം അവർക്ക് കൊടുക്കാതെ ഒരു സാഹചര്യം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനം എന്നുള്ളത് പോലും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ, അൽ ഇൽമു നൂറുല്ലാ എന്നാണല്ലോ, അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ പഠിച്ച് മുതഅല്ലിമീങ്ങൾ അവർ പഠിച്ച്, അവർ സനദ് മേടിച്ച്, അവർ രംഗത്തിലിറങ്ങി, സമൂഹത്തിലിറങ്ങി ദീനി പ്രബോധനം ചെയ്യുന്നു. പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ വെറും പള്ളിയിൽ കൂടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. പക്ഷേ അവർ പള്ളിയിൽ കൂടുന്നത് അള്ളാഹുവിൻ്റെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, അറിവ് നുകരാൻ വേണ്ടിയാണ്. അവരെ നമ്മൾ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നവരാകണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാകണം. മുതഅല്ലിമീങ്ങളാണെങ്കിലും അവരുടെ പഠനാവശ്യത്തിനുള്ള സൗകര്യങ്ങൾ നമുക്കാവുന്ന സഹായം ചെയ്തു കൊടുക്കുന്നവരാകണം. കാരണം ഇന്ന് പല ദർസുകളിലും ഭക്ഷണത്തിന് വേണ്ടി നമ്മളോട് സഹായം ചോദിച്ചു വന്നാൽ നമ്മളിലാവുന്ന ഒരു സംഖ്യ അവർക്ക് നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്തത് വെറുതെ ആവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ കൊടുത്തത് ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ചേർത്ത് പിടിക്കുന്നവരാകണം. ഇന്ന് ഒരു മുഅല്ലിമ തെറ്റ് ചെയ്താൽ തെറ്റ് എല്ലാവരിലും സംഭവിക്കും, ഉസ്താദന്മാരൊക്കെ കണക്കാണ് എന്ന് ചിത്രീകരിക്കുന്ന അതിനെ എപ്പോഴും എല്ലാവരുടെയും വായിൽ വരുന്ന ഒരു വാക്കാണ് ഉസ്താദന്മാരൊക്കെ കണക്കാണ് എന്ന്. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പറ്റൂല. അങ്ങനെ പറയുകയാണെങ്കിൽ തബഉ താബിഈങ്ങൾ അവിടുത്തെ മേലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരെ ഈ ധന്യമായ പദവിയിലേക്ക് പോലും എത്തിച്ചേരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വാക്ക് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ആലിമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പോലും ഈ പദവി എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്.